ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പുതുപ്പെണ്ണ് ആൽബിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം വീടിനടുത്തേക്ക് എത്തുന്ന സമയത്ത്, അതായത് അകത്തേക്ക് ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് അച്ചായൻ പറയുന്നുണ്ട്, മോളെ നമ്മുടെ പതിവ് ചടങ്ങുകളൊന്നും വേണ്ട, രണ്ടുപേരും സന്തോഷത്തോടു കൂടി വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോ. അപ്പോൾ ആൽബിയുടെ മമ്മി ചോദിക്കുന്നുണ്ട് അച്ചായൻ്റെ അടുത്ത്, അത് മോൾക്ക് ചിലപ്പോൾ വിഷമാവില്ലേ? അപ്പോൾ സോണി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്കങ്ങനെ ഒരു വിഷമവും ഇല്ല, അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വളരെ ആർഭാടായിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞത്. എന്നിട്ട് ഫലമൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാ ഈ കല്യാണം പോലും ആഘോഷമാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോണി ചെറുതായിട്ട് വിഷമത്തോടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അച്ചായനും അതുപോലെ തന്നെ ആൽബിയുടെ മമ്മി പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പം ആൽബിയും പറയാണ്, സോണി പറഞ്ഞതാ മമ്മി ശരി. സോണിക്ക് അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലും വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പുതിയ രീതി സ്വീകരിക്കുന്നതാണ് നല്ലത്. അപ്പം അച്ചായൻ ചിരിച്ചുകൊണ്ട് പറയാണ്, കേട്ടോ മോളെ, ഞാൻ ഈ ആളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്തും ഇത്തരം ഏർപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ സിമ്പിളായി താലി കെട്ടി ഒരു ആർഭാടവും ഇല്ലാതെ ഇതുപോലെ താമസം തുടങ്ങി. എന്നിട്ടെന്താ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുക. അത് കേൾക്കുന്ന സമയത്ത് സോണിയും ആൽബിയും പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പം അച്ചായൻ ചെറുതായിട്ടൊരു വിഷമത്തോടു കൂടി പറയാണ്, പിന്നെ കല്യാണം കഴിച്ച് കുറച്ചു നാളായിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോഴെന്താ ഇവനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ആ കുറവും ഞങ്ങൾക്ക് മാറിക്കിട്ടിയില്ലേ. അത് കേട്ടിട്ട് സോണി പുഞ്ചിരിക്കുകയാണ്, അയാളുടെ ആ മനസ്സിൻ്റെ വിശാലത ഓർത്തിട്ട്. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, ഇവളിപ്പോൾ പ്രസവിച്ചെന്ന് കരുതി എല്ലാം തികഞ്ഞൊരു മോനെ കിട്ടണമെന്നുണ്ടോ? അതിനുശേഷം ആൽബിയെ നോക്കിക്കൊണ്ട് അയാൾ പറയാണ്, പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത്തരം ഒരു മോനെ തന്നെയാണ്. സോണിയും അഭിമാനത്തോടെയും സ്നേഹത്തോടും കൂടി ആൽബിയെ നോക്കുകയാണ്. അപ്പോഴേക്കും അച്ചായൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സമയം കളയണ്ട, രണ്ടുപേരും കയറിക്കോ. അങ്ങനെ രണ്ടുപേരും കൂടെ പുഞ്ചിരിച്ചിട്ട് വിവാഹ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും ആദ്യ പടി ചവിട്ടി കയറുകയാണ്. അപ്പോൾ ആൽബി സോണിയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. സോണി സ്നേഹത്തോടു കൂടി ആ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് രണ്ടുപേരും വലതുകാലെടുത്ത് വെച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ഒപ്പം പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് ചാരുമോളെ എടുത്തുകൊണ്ട് അച്ചായനും അതുപോലെ തന്നെ ആൽബിയുടെ മമ്മിയും അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് കയറിയ സമയത്ത് സോണി ചുറ്റിലൊന്ന് കണ്ണോടിക്കുകയാണ്. അപ്പം അച്ചായൻ പറയുന്നുണ്ട്, മോളെ, ഇത് താൽക്കാലികമായിട്ട് സേനൻ അറേഞ്ച് ചെയ്തു തന്ന വീടാ, പിന്നെ നമ്മൾ ഒരുപാടൊന്നും ഇവിടെ താമസിക്കുന്നില്ലല്ലോ. അപ്പോഴേക്കും ആൽബിയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് അച്ചായൻ മോളെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് മമ്മി പറയുന്നുണ്ട്, കുഞ്ഞിനെ ഞങ്ങൾ കളിപ്പിച്ചോളാം, നിങ്ങൾ മുറിയിലേക്ക് ചെല്ല്. അപ്പോൾ ആൽബിയും പറയുന്നുണ്ട്, വാ സോണി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കുഞ്ഞിനെ ചെറുതായൊന്ന് ഉമ്മ വെച്ചിട്ട് മുറിയിലേക്ക് പോവുകയാണ്. അവർ പോയപ്പോൾ അച്ചായൻ ആൽബിയുടെ മമ്മിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു മോളെ കൂടി നമുക്ക് കിട്ടി, നമ്മുടെ സേനൻ്റെയും രൂപയുടെയും മോള്. അപ്പോൾ അവരും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. വിക്രം പ്രകാശനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മൂമ്മ അങ്ങോട്ടേക്ക് പായസം കൊണ്ട് വരികയാണ്. ഇതെന്താ പായസം? അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയാണ്, ഒരുത്തിയുടെ കല്യാണം മുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തിരി മധുരം ഉണ്ടാക്കി തരാൻ, പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതിൻ്റെ സന്തോഷത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ആ പായസത്തിന് ഇരട്ടി മധുരമായിട്ട് തോന്നുകയാണ്. അപ്പോൾ പ്രകാശനും ചിരിച്ചുകൊണ്ട് പായസം കുടിച്ചിട്ട് പറയാണ്, കൃത്യസമയത്ത് തന്നെ അമ്മ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നത്. അവളുടെ കല്യാണ ലെറ്റർ പ്രകാരം ഇന്നായിരുന്നല്ലോടോ അവളുടെ കല്യാണം. അപ്പോൾ അമ്മൂമ്മൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അയ്യോ അതെനിക്ക് ഓർമ്മയുണ്ടടാ, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് തന്നെ പായസം ഉണ്ടാക്കിയത്. അപ്പോൾ വിക്രം അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പ്രകാശനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കല്യാണക്കത്ത് അവൾ അടുപ്പിക്കേണ്ടി വരും. അപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശ് സീരിയസ് ആയിട്ട് പറയാണ്, ഇനിയുള്ള കല്യാണമൊക്കെ അവൾ രഹസ്യമായിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. അതുകൊണ്ട് നീ ആരെയെങ്കിലും അങ്ങോട്ടേക്ക് വിട്ട് ചാരപ്പണി ചെയ്യിച്ചിട്ടാണെങ്കിലും കല്യാണം മുടക്കിയേക്കണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു. എന്തായാലും എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾക്കിനി അവളുടെ ജീവിതം തുന്നിച്ചേർക്കാൻ പറ്റത്തില്ല. അത് 3 തരാ. അതും പറഞ്ഞ് അമ്മൂമ്മ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അമ്മൂമ്മ വിക്രത്തിനെ നോക്കി ചിരിച്ചതിന് ശേഷം നേരെ ശരണ്യയുടെ മുഖത്തേക്കാണ് നോട്ടം പോകുന്നത്. അപ്പോൾ അവർ കുശുകുശുത്ത് പറയാണ്, പതുക്കെ ആ കരാട്ടക്കാരി വരുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യ നടന്നിട്ട് അവർക്ക് അരികിലേക്ക് വരികയാണ്. അപ്പം വിക്രം എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, ഏതോ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയിട്ട് വരികയല്ലേ? അപ്പോൾ ശരണ്യം പറയാം, എൻ്റെ അടുത്ത കൂട്ടുകാരിയുടെ കല്യാണമായിരുന്നു. നാളെ അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉച്ചഭക്ഷണം ഇവിടെ നിന്നായിരിക്കും. അപ്പോഴേക്കും അമ്മൂമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യോ നാളെ തന്നെ സദ്യക്ക് വരുവാണെന്നോ? അപ്പോൾ ശരണ്യ അതുപോലെ തന്നെ പറയാണ്, എൻ്റെ ചങ്ക് കൂട്ടുകാരിയാ, അവൾക്ക് അവളുടെ ബന്ധുക്കളെക്കാളും ഇഷ്ടം എന്നെയാ, അതുകൊണ്ടാണ് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മൂമ്മ പറയാ, അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ നാളെ എന്തെങ്കിലുമൊക്കെ ഒരുക്കണമല്ലോ മോളെ. ഉറപ്പായും ഒരുക്കണം. അച്ഛനും മോനും എല്ലാം സഹകരിച്ച് ഉറപ്പായും നാളെ നല്ലൊരു സദ്യ ഉണ്ടാക്കണം. അപ്പോഴേക്കും വിക്രം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, അതിനെന്താ, ഇന്ന് തന്നെ നീ എനിക്കൊപ്പം മാർക്കറ്റിലേക്ക് വരണം, എന്നിട്ട് കുറച്ച് ഇറച്ചിയും മീനും ഒക്കെ വാങ്ങണം. അത് കേൾക്കുന്ന സമയത്ത് ശരണ്യക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഇവൻ പറയുന്നത് ഇവൻ അറിയുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ. അപ്പോഴേക്കും അമ്മൂമ്മയും പറയുന്നുണ്ട്,
ദേ ഞാനുണ്ടാക്കുന്ന സദ്യ കഴിച്ചാലുണ്ടല്ലോ ആ കൂട്ടുകാരി മോളെ കുറച്ചുകൂടിയേ സ്നേഹിക്കുള്ളൂ. അങ്ങനത്തെ സദ്യ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ പ്രകാശൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഇന്നവിടെ സദ്യ ആയിരുന്നോ ബിരിയാണി ആയിരുന്നോ? അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ശരണ്യ പറയാണ്, നല്ല സദ്യ ആയിരുന്നു, 4-5 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിക്രത്തിനോടായിട്ട് പ്രകാശൻ പറയാണ്, ഡാ മക്കളെ, എന്നാൽ നിനക്കൂടെ പോവായിരുന്നല്ലോ, നല്ല സദ്യയാണെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ വിക്രം പറയാ, അതിനെന്നെ ശരണ്യ വിളിച്ചില്ലല്ലോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, നടന്നത് രജിസ്റ്റർ മാരേജാ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. അല്ല, അന്ന് കല്യാണക്കത്തിൽ നിന്റെ മുൻഭാര്യയുടെ കല്യാണം ഇന്നാണെന്നല്ലേ എഴുതിയിരുന്നേ? അപ്പോൾ വിക്രം പറയാണ്, അത് നടക്കില്ല ശരണ്യെ. അവൾ ഇനി തലകുത്തി നിന്നാലും അവളുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല, അവളുടെ വിവാഹവും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് നീരസത്തോടു കൂടിയാണ് ശരണ്യ ചോദിക്കുന്നത്, നിന്റെ കല്യാണം കഴിഞ്ഞില്ലടാ, പിന്നെന്താ ആ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിനക്കെന്താ കുഴപ്പം? അപ്പോൾ പ്രകാശൻ പറയാ, അതെ, അവളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട. അവളുടെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ട് അവളെ ഇനി ആര് കല്യാണം കഴിക്കാൻ പോയാലും അത് ഞങ്ങൾ അലമ്പിക്കളയും. വെറുതെ എന്തിനാ പയ്യന്മാരില്ലാതാവുന്നേ അവളെ കല്യാണം കഴിച്ചിട്ട്? അപ്പോൾ ശരണ്യ ഇങ്ങനെ പ്രതികാരം നിറഞ്ഞൊരു ഭാവത്തിലാണ് അയാളെ നോക്കുന്നത്. ഏതായാലും നാളത്തെ കാര്യം മറക്കണ്ട. എനിക്കേറെ പ്രിയപ്പെട്ടവളും ഭർത്താവുമാണ് വരുന്നത്. ഇനി അവളുടെ കൂടെ ചിലപ്പോൾ അവളുടെ രണ്ട് ബന്ധുക്കളും കാണും. അവരെല്ലാവരും തൃപ്തിയോടെ ആഹാരം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അപ്പോഴും അമ്മമ്മ പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം മോളെ, മോള് തൃപ്തിയായിട്ടിരിക്ക്. അപ്പോൾ ശരണ്യ പറയാ, ശരി. അതിനുശേഷം അവൾ പിന്തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാളെയാണ് നീയൊക്കെ പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്നത്. നിന്നെപ്പോലെ ചിന്തിക്കാത്ത ആണുങ്ങളും ഇവിടെ ഉണ്ടെന്ന് നാളെ നീ മനസ്സിലാക്കും. എന്നിട്ട് ശരണ്യ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം അമ്മമ്മ പറയുന്നുണ്ട് പ്രകാശിനോട്, ഡാ മോനെ, ഇന്ന് അവളുടെ കല്യാണം മുടങ്ങിയ ദിവസമായതുകൊണ്ട് ഒരു സദ്യ ഒരുക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോൾ പ്രകാശനും ചിരിക്കുകയാണ്. അതിനുള്ള സാമഗ്രികളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ് പായസത്തിൽ ഒതുക്കിയത്. ഇന്നത്തെ കേട് നമുക്ക് നാളെ തീർക്കാം. കല്യാണം മുടങ്ങിയതിൻ്റെ സന്തോഷം കൂടി ചേർത്ത് ഒരു അടിപൊളി സദ്യ നമുക്ക് ഒരുക്കാം. അവർ മോൻ്റെയും കൊച്ചുമോൻ്റെയും മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് രണ്ടുപേരും സന്തോഷം കൊണ്ട് അങ്ങ് തിമിർക്കുകയാണ്. ആയിക്കോട്ടെ. കല്യാണിയും കിരണിനെയും വെയിറ്റ് ചെയ്യുകയാണ് മനോഹർ, അവർ വിളിച്ചു വരുത്തിയത് പ്രകാരം. കുറേ നേരം കാത്തുന്നതിന് ശേഷമാണ് അവർ വരുന്നത്. അപ്പം വലിയ നീരസത്തോടെ തന്നെയാണ് മനോഹർ ഉണ്ടായിരുന്നത്, പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അവരടുത്ത് വന്ന സമയത്ത് മനോഹർ പറയുന്നുണ്ട്, കിരൺ സാറിൻ്റെ അമ്മാവന് തലയ്ക്ക് വെളിവില്ലെന്നാ ഭാര്യയും മോളും പോലും പറയുന്നത്. അങ്ങേർക്കൊരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ചിന്തകളെ ചൂടുപിടിപ്പിക്കാന്നല്ലാതെ എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല സാർ. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അത് കുറച്ചുകൂടി ചൂടുപിടിപ്പിക്കണം. അയാൾക്ക് ഒരുപാട് തല്ല് കൊടുത്തതാ എൻ്റെ അച്ഛനും മറ്റുള്ള കുറേ ആളുകളൊക്കെ കൂടെ. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ അവസാന മാർഗ്ഗം എന്നോണം അയാളെ കൊന്നുകളയണം. എന്നാൽ അയാളെപ്പോലെ ചിന്തിക്കാത്ത ആളുകളായതുകൊണ്ട് അതിനും മനസ്സ് വരുന്നില്ല. അപ്പോൾ മനോഹർ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെ കൊല്ലാതെ കൊന്ന അയാളെ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ടും മനോഹറിന് വ്യക്തമാവുന്നില്ല എന്താണ് കിരൺ ഉദ്ദേശിച്ചതെന്ന്. അപ്പം കിരണിൻ്റെ നേരത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഷോക്ക് കൊടുക്കണം. അപ്പം മനോഹർ ഇങ്ങനെ അത് കേട്ട് നിൽക്കുകയാണ്, കാരണം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പോഴേക്കും കിരണും പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തനെ അത് നിഷ്പ്രയാസം സാധിക്കും. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം രാഹുൽ എന്ന എൻ്റെ അമ്മാവനെയല്ല, മനോഹർ എന്ന നിന്നെയാണ് സരയുവിനും അവളുടെ അമ്മയ്ക്കും വിശ്വാസം. അപ്പം മനോഹറും കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയാണ്, അത് ശരിയാ, ആ വിശ്വാസം മുതലെടുത്ത് നീ അത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. കിരൺ ഒന്നുകൂടെ തെളിയിച്ചു കൊടുക്കുകയാണ്. മനോഹർ ഒന്നും മിണ്ടാതെ ചിന്തിച്ച് നിൽക്കുന്ന കണ്ടപ്പം കിരൺ പറയുന്നുണ്ട്, ഇനി ഇതിനു വേണ്ടി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് നീ ചെയ്തേ പറ്റൂ. കല്യാണ പയ്യൻ സഞ്ചരിച്ച കാറിന് ബോംബ് വെച്ചു, എന്നിട്ടും ആൽബിക്കൊന്നും സംഭവിച്ചില്ല. അതിനുശേഷം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. ഇതിനു മുമ്പൊരു ദിവസം ആൽബിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് ആള് മാറിപ്പോയി, അയാളയച്ച വാടക കൊലയാളിക്ക്. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ സംശയം മാത്രമായിരുന്നു, എന്നാ ഇപ്പം എല്ലാം വ്യക്തമായി, അതിൻ്റെ പിന്നിൽ കിരണേട്ടൻ്റെ അങ്കിളാണെന്ന്. അപ്പം മനോഹറും പറയാണ്, അതിനേ വഴിയുള്ളൂ. അപ്പം കിരൺ പറയും, നിനക്ക് ഞങ്ങളൊരു സൗജന്യം ചെയ്തു തരുന്നുണ്ട്. ഒരു പക്ക ക്രിമിനലായ നിന്നെ നിലനിർത്തുന്നത് തന്നെ നീ ഒരു ബോംബായതുകൊണ്ടാ. സരയുവിന് നാളെ കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല തിരിച്ചടിയാണ് മനോഹർ എന്ന നീ, അവളുടെ ഭർത്താവ്. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഞങ്ങൾ നിന്നെ വെറുതെ വിട്ടിരിക്കുക. പക്ഷേ അങ്ങനെ ഒരു സൗജന്യം ഞങ്ങൾ നിനക്ക് ചെയ്തു തരുമ്പോൾ നീ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കണം, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. അപ്പം മനോഹർ പെട്ടെന്ന് തന്നെ പറയാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോളാം, മെൻ്റൽ അല്ലാത്ത ആളെ മെൻ്റൽ ആയിക്കോളാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ റിസ്ക്കായൊരു കാര്യമൊന്നുമല്ല. അയാൾക്ക് തലയ്ക്ക് കുഴപ്പമാണെന്ന് അയാളുടെ ഭാര്യയും മോളും പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുക. അത് ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്തിക്കോളാം. അപ്പോൾ തലയാട്ടിക്കൊണ്ട് കിരൺ പറയുന്നുണ്ട്, എന്നാൽ പൊയ്ക്കോന്ന്. മനോഹർ അവിടുന്ന് പോയതിനു ശേഷം കല്യാണി ചോദിക്കുന്നുണ്ട്, ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ കിരണേട്ടൻ ചിന്തിച്ചത്. അപ്പോൾ കിരൺ പറയാണ്, അത് വേണം കല്യാണി,
അതുപോലെയല്ലേ അയാൾ ഓരോരോ ദ്രോഹങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും മാറാത്ത മനസ്സാ അയാളുടേത്. ആർത്തിമൂത്ത അയാൾ സമനില തെറ്റി നടക്കുക. അങ്ങനെയുള്ള ആൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കട്ടെ. അയാൾ താമസിക്കേണ്ടത് അവിടെ തന്നെയാണ്. കല്യാണിക്കും കേൾക്കുന്ന സമയത്ത് അത് ശരിയാണെന്ന് തോന്നുവാണ്. പുതിയ അപ്ഡേഷൻസ് ഒന്നും അറിയാത്തൊരു വെപ്രാളത്തിലാണ് രാഹുൽ നിൽക്കുന്നത്. ആകെ മൊത്തം ടെൻഷനാണ്. ആരും ഒന്നും വിളിച്ച് പുതിയ അപ്ഡേഷൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും ഫോണിലൊരു മെസ്സേജ് ടോൺ കേൾക്കുമ്പോൾ നോക്കുന്നുണ്ട്. ആഹാ, രൂപയുടെ മെസ്സേജ് ആണല്ലോ. അപ്പോൾ അയാൾ അത് എടുത്തു നോക്കുന്ന സമയത്ത് ആൽബി സോണിക്ക് താലി ചാർത്തുന്ന ആ ഒരു വീഡിയോ ആണ്. അയാൾ ശരിക്കും ഷോക്കായി പോവുകയാണ്. കാരണം കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്നിട്ടും കല്യാണം നടന്നത് കണ്ടപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ വേഗം ആ ഗുണ്ടകളെ വിളിക്കുന്ന സമയത്ത് അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അയാൾ സ്വയം വിചാരിക്കുന്നുണ്ട്, അവന്മാർ മണ്ടത്തരം കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ആ ദേഷ്യത്തിങ്ങനെ ഭ്രാന്തന്മാരെ പോലെ മുടിയൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ കൈയൊക്കെ കടത്തുകയാണ് തലയിൽ കൂടെ. അപ്പോഴാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അയാളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ മനോഹറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. അപ്പോൾ അയാളൊന്ന് ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, ഹലോ, എന്ത് പറ്റി? അപ്പോൾ രാഹുലാണെങ്കിൽ ഇങ്ങനെ കട്ട കലിപ്പിൽ നിൽക്കുന്ന സമയത്താണ് മനോഹറിൻ്റെ ചോദ്യം. ആരോടൊക്കെയുള്ള ആ ഒരു ദേഷ്യത്തിൽ പോയിട്ട് മനോഹറിനെ അയാൾ ചൂടായിട്ട് കഴുത്തിന് ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. എന്ത് പറ്റി, നിങ്ങൾ എന്തൊക്കെ ഈ കാട്ടുന്നതെന്നൊക്കെ മനോഹർ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നൊരു അറ്റാക്ക് ആയത് കാരണം ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് നിനക്ക് അറിയണല്ലേടാ, പറഞ്ഞു തരാടാ നിനക്ക് ഞാൻ, കുറച്ച് ദിവസമായി നീ തുടങ്ങിയിട്ട്. എന്നിട്ട് മനോഹറിന് ഇങ്ങനെ അയാൾ പിടിച്ച് കുലുക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, എടോ വിടാൻ. അപ്പോഴേക്കും താഴത്തുള്ള ബഹളോ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് സരി ചാടിപ്പാഞ്ഞ് വരികയാണ്. വേഗം സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ്. അച്ഛാ 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 എന്താ ഈ കാട്ടുന്നത്, മനുവേട്ടനെ വിടാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാഹുൽ മനുവിനെ വിടുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറ്റുമോ മനുവേട്ടാ? പിന്നെ പറ്റാതെ, ഇത് വെറും കൈയല്ലല്ലോ, ബകാസുരൻ്റെ കൈയല്ലേ. മനോഹർ ദേഷ്യത്തോടെ സരുവിനോട് പറയാണ്. അപ്പോൾ രാഹുൽ ദേഷ്യത്തോട് പറയും, ബകാസുരൻ നിൻ്റെ മനോഹറിൻ്റെ ഷർട്ടിൻ്റെ കുടുക്കൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സരയും പറയുന്നുണ്ട്, മനുവേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്, എന്താ അച്ഛാ പറ്റിയത്? അപ്പം മനോഹർ പറയാണ്, മൊത്തത്തിൽ കൈവിട്ട് പോയിന്ന് ഞാൻ പറഞ്ഞത് ശരിയാ മോളൂ. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇവളെ മോളൂന്ന് വിളിക്കരുത്, അങ്ങനെ വിളിച്ചാ നീ ഇവളെ സ്വാധീനിച്ച് നിൻ്റെ വലയിലാക്കിയത്. അപ്പം സരയും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്, അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ. അപ്പം മനോഹറും പറയുന്നുണ്ട്, പറയാനുള്ളത് മുഴുവൻ പറ, കേൾക്കട്ടെ. അപ്പോഴേക്ക് സരയും സങ്കടത്തോടെ പറയാണ്, അച്ഛനെ ഈ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ പോവുക. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ മകളോട് പറയുന്നുണ്ട്, പൊയ്ക്കോ, എവിടെ വേണേലും പൊയ്ക്കോ, ഇവനോടൊപ്പം എവിടെ പോയി താമസിച്ചാലും ഇവൻ നിന്നെ പൊന്നുപോലെ നോയിക്കോളും, അവിടെ നിനക്ക് രാജകുമാരിയായിട്ട് വാഴാം. അപ്പോൾ സരയും തിരിച്ചു പറയുന്നുണ്ട്, എന്തായാലും ഈ ഭ്രാന്താലയത്തിൽ കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ. അപ്പോൾ അയാൾ ദേഷ്യത്തോടെ സങ്കടത്തോടെ മകളെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ മനോഹർ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാ മോളൂ, അച്ഛൻ്റെ ദേഷ്യം മുഴുവൻ ഇപ്പം എന്നോടാ, ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സരയു പറയുന്നുണ്ട്, പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീട്ടിനകത്ത് മാത്രമല്ല, വഴി കൂടെ നടന്നു പോകുമ്പോൾ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തും നിൻ്റെ അച്ഛൻ. മനോഹർ ദേഷ്യത്തോടു കൂടി സരയുവിനോട് പറയുകയാണ്. എന്നിട്ട് രാഹുലിനെ നോക്കിക്കൊണ്ട് പറയും, ഇതുവരെ പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ രാഹുലിന് മനോഹറിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഡാ കയറി പോടാ. അപ്പോൾ സരയും പറയുന്നുണ്ട്, വാ മനുവേട്ടാ, തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരോട് സംസാരിക്കാനും പറയാനും നിൽക്കണ്ട. അപ്പം മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, കുറച്ചുകൂടി ഇയാളൊന്ന് ഇളകി ആടട്ടെ, അപ്പോഴേ അവളും അവനും പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഒരു ഭ്രാന്തനെ പോലെയാണ് രാഹുൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം മനോഹറിനെ നോക്കുന്ന സമയത്ത് മനോഹർ ചിന്തിക്കുന്നത് കാണാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവനവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുക. അപ്പോൾ സരയും ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ, ഈ ഹൃദയവും കിഡ്നിയും ഒക്കെ മാറ്റിവെക്കുന്നത് പോലെ തലച്ചോറ് മാറ്റിവെക്കാൻ കിട്ടുമോ? അങ്ങനെയെങ്കിൽ അച്ഛൻ്റെ തലച്ചോറ് നമ്മുടെ ആരുടെയെങ്കിലും ശത്രുക്കൾക്ക് വെച്ച് കൊടുത്തിട്ട് അച്ഛൻ്റെ തലയിൽ വേറെ ഏതെങ്കിലും തെളിഞ്ഞ തലച്ചോറ് വെക്കായിരുന്നു. രാഹുൽ ഒന്നും പറയാതെ സരയു പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും മനോഹർ കയറി കൊത്തുന്നുണ്ട്, അച്ഛനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇതിനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്, അവിടെ തലച്ചോറ് മാത്രമല്ല തലയും മാറ്റി വെക്കാൻ പറ്റും. അപ്പോഴേക്കും രാഹുൽ പറയാ, അങ്ങനെയാണെങ്കിൽ എൻ്റെ തലച്ചോറല്ല മാറ്റി വെക്കേണ്ടത്, ഇവൻ്റെ തലച്ചോറാ. ഇവനെ പോലെ വഴിപിഴച്ച തലച്ചോറും തലയും ഉള്ളവർ ഈ ലോകത്ത് വേറെ കാണില്ല. അപ്പോൾ സരയും ദേഷ്യത്തോടു കൂടി അച്ഛനെ നോക്കുകയാണ്. അപ്പോഴേക്കും രാഹുൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്വിറ്റ്സർലൻഡിൽ എത്ര ഏക്കറുണ്ടടാ? ഏക്കറൊന്നുമില്ല, 19 സെൻറ്റേ ഉള്ളൂ. മനോഹർ മറുപടി പറയാണ്. ജർമ്മനിയിലാണ് 4-5 ഏക്കർ കൃഷിഭൂമി ഉള്ളത്. അപ്പോൾ രാഹുൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അവിടെയൊക്കെ നീ കൃഷി ഇറക്കുന്നുണ്ടോ? മനോഹറും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കൃഷി നടത്തുന്നുണ്ടായിരുന്നു, വിളവെടുപ്പും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന സരയും പറയുന്നുണ്ട്, അയ്യോ, കൃഷിയൊക്കെ അവിടെ കിടന്ന് നശിക്കുമായിരിക്കും, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാൻ മനുവേട്ടാ. അപ്പോൾ രാഹുൽ പറയാണ്, ചെല്ല് ഇവനെയും കൊണ്ട് പോ, എന്നിട്ട് നന്നായിട്ട് വിളവെടുപ്പ് നടത്ത്. എന്നിട്ട് രാഹുൽ മകളോട് പറയാണ്, ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാ, ഇവനോടൊപ്പം നടന്നാൽ നിന്റെ ജീവിതം വെറും തരിശായി പോവും, അവിടെ പിന്നെ ഒന്നും മുളയ്ക്കില്ല, നിന്റെ മനസ്സേ മരുഭൂമിയേക്കാളും ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലെത്തും. അച്ഛൻ്റെ സംസാരം കേൾക്കുമ്പോൾ സരയുടെ മനസ്സ് ചെറുതായിട്ട് പതറുന്നുണ്ടോ എന്നൊരു മാറ്റം മനോഹറിന് തോന്നുകയാണ്. കാരണം അത്രത്തോളം സീരിയസ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. പെട്ടെന്ന് ഒരു കുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മനോഹർ തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പറയും, അവിടെ
താരകങ്ങൾ ആകാശത്ത് നമുക്ക് കാണാം. അപ്പം മനോഹറിനെ നോക്കുകയാണ് രാഹുൽ. അപ്പം വീണ്ടും മനോഹർ കുത്തിക്കൊണ്ട് പറയാണ്, എന്ത് കാണാം? താരകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ നോക്കുകയാണ്. രാഹുലിനെ നാവടപ്പിക്കാൻ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് മനോഹറിനും അറിയാം. അതിനുശേഷം രാഹുലിനെ പുറത്ത് തട്ടിക്കൊണ്ട് പറയാണ്, ഓക്കെ. എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. മനോഹർ പോയതിനു ശേഷം സരയുവിനോട് രാഹുൽ പറയുന്നുണ്ട്, നീ നോക്കിക്കോ മോളെ, ഒരു ദിവസം ഞാൻ അവനെ വെട്ടിക്കീറും. അപ്പം സരയു തിരിച്ചു പറയാണ്, മനുവേട്ടനെ മാത്രമാക്കുന്നത് എന്തിനാ? ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് വെട്ടിക്കീറ്. എന്നിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോൾ സരയു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. നേരെ പോയത് ഷാരിയുടെ അടുത്തേക്കാണ്. ഷാരി ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷാരിയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മയുടെ ഭർത്താവ് മനുവേട്ടൻ്റെ ദേഹത്ത് കൈവെക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഷാരി ഞെട്ടിക്കൊണ്ട് എഴുന്നേക്കാണ്. എന്താ മോള് പറഞ്ഞത്? അപ്പോഴേക്കും മനോഹറും അങ്ങോട്ടേക്ക് വരികയാണ്. ദേ വന്നു, ചോദിച്ചു നോക്ക്. ഷാരി ചോദിക്കും, എന്താ മോനെ ഉണ്ടായത്? അപ്പം മനോഹർ പറയുന്നുണ്ട്, എന്തിനാ മോളു ഇതൊക്കെ വന്ന് അമ്മയോട് പറയുന്നത്? എന്താ സംഭവിച്ചതെന്ന് പറ. ഷാരി പറയുന്നുണ്ട്. അപ്പോൾ സരി പറയാം, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ തല്ലാനായിട്ട് മനുവേട്ടനെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, അയ്യോ നേരാണോ മോനെ? ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി പോകുമ്പോഴേക്കും മനോഹർ തടയാണ്. എന്താ മോനെ, തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളുടെ മുന്നിൽ ശാസന ഉപദേശമൊന്നും ശരിയാവില്ല അമ്മേ. മനോഹർ പറയുന്നുണ്ട്. ഇവിടെ അച്ഛനെ അനുനയിപ്പിച്ചിട്ട് ഉടനെ എന്തെങ്കിലും ചെയ്യാ വേണ്ടത്. എന്താ മനുവേട്ടൻ ഉദ്ദേശിക്കുന്നേ? എൻ്റെ മോളു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? മനുവേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. അതേ മോനെ, മോൻ പറ. ഷാരിയും വാക്ക് കൊടുക്കുകയാണ്. അപ്പം മനോഹർ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വിളിച്ചാൽ അച്ഛൻ വരില്ല, മെൻ്റൽ ഹോസ്പിറ്റലിലേക്കും അച്ഛൻ വരില്ല. അങ്ങനെയുള്ളപ്പോൾ അച്ഛനെ അവിടെ കൊണ്ടുപോവാണ് വേണ്ടത്. അപ്പോൾ സരയു ചോദിക്കൂ, എങ്ങനെ കൊണ്ടുപോവാനാ? അതിന് മാർഗമുണ്ട്. അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കലക്കി കൊടുക്കണം. അതായത് ഉറക്ക ഗുളിക പോലുള്ള എന്തെങ്കിലും കലക്കി കൊടുത്തിട്ട് രാഹുലിനെ ബോധം കെടുത്തിയിട്ട് വേണം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് മനോഹർ പറയുന്നത്. അപ്പോൾ ഷാരിയും സരിയും അതിങ്ങനെ കേട്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്തൊക്കെ സംഭവിക്കണം നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കുന്നത്. കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.